ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ 206ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലോകം മുഴുവൻ ഒരു ക്രിസ്മസിനെ കൂടെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. ക്രിസ്മസ് വെറും ആഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും അവസരമായി മാത്രം ചുരുങ്ങിപ്പോകാതെ അതിൻ്റെ അന്തസത്തയെക്കുറിച്ച് അല്പമൊന്ന് ധ്യാനിക്കാൻ ഇടയാവട്ടെ എന്ന താല്പര്യത്തോടെയാണ് ഈ എപ്പിസോഡ് ഞാൻ പ്രസിദ്ധീകരിക്കുന്നത്. ഈ ചാനലിൽ ഇതിനു മുമ്പ് ഞാൻ പല ക്രിസ്മസ് ധ്യാനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾ അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നത് അഭിമാനത്തോടെയും നന്ദിയോടെയും അനുസ്മരിക്കുന്നു. 2021 രക്ഷകൻ്റെ ജനനം എന്ന പേരിലും എപ്പിസോഡ് നമ്പർ 95, 2022 ക്രിസ്മസ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം എന്ന പേരിലും എപ്പിസോഡ് നമ്പർ 155, 2023 വീണ്ടും സംഭവിക്കേണ്ട ക്രിസ്മസ് എന്ന പേരിലും എപ്പിസോഡ് നമ്പർ 186 പ്രസിദ്ധീകരിച്ചിട്ടുള്ള എപ്പിസോഡുകൾ കാണുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. 2024 ഈ എപ്പിസോഡിൽ ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പെരുന്നാൾ എന്ന സന്ദേശമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ക്രിസ്മസ് സ്നേഹത്തിൻ്റെ പെരുന്നാളാണ്. ക്രിസ്മസ് അഥവാ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ന്യായപ്രമാണമെന്ന് പൊതുവെ അറിയപ്പെടുന്ന പഞ്ചഗ്രന്ഥങ്ങളിൽ മുതൽ യെശയ്യാവ്, മീഖ, യിരെമ്യാവ്, സെഖര്യാവ് തുടങ്ങിയ പ്രവാചകന്മാരുമെല്ലാം അത് കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്. അവയുടെ എല്ലാം കൃത്യമായ പൂർത്തീകരണം പുതിയ നിയമഗ്രന്ഥങ്ങളിലും നാം വായിക്കുന്നുണ്ട്. ഈ പ്രവചനത്തിൻ്റെ എല്ലാം രത്നച്ചുരുക്കമായി യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന അതിമനോഹരമായ വാചകം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. യോഹന്നാൻ 3:16. അതായത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹത്തിൻ്റെ നിദർശനമാണ്. അതുകൊണ്ട് ക്രിസ്മസ് സ്നേഹത്തിൻ്റെ പെരുന്നാളാണ്. സ്നേഹം എന്ന വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. പുതിയ നിയമം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ സ്നേഹത്തിന് വിവിധ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും അമൂല്യമായ ഒരു വാക്ക് അഗാപ്പെ എന്നതാണ്. അതിൻ്റെ അർത്ഥം അൺകണ്ടീഷണൽ ലവ്, വ്യവസ്ഥ കൂടാത്ത സ്നേഹമെന്നാണ്. കുറേ കൂടെ വിശാലമായ അർത്ഥത്തിൽ സ്വയം വെറുമയാക്കപ്പെടുന്ന സ്നേഹം എന്നോ അപരനു വേണ്ടി സ്വയം ഇല്ലാതാകാൻ പോലും തയ്യാറാകുന്ന സ്നേഹമെന്നോ ഒക്കെ പരിഭാഷപ്പെടുത്താം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സ്വർഗം താണിറങ്ങുന്ന ഈ സ്നേഹത്തിൻ്റെ ദൈവശാസ്ത്രം വളരെ ഹൃദ്യമായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു എന്ന് തുടങ്ങുന്ന ആ വാചകങ്ങൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ചിന്ത ആധുനിക ലോകത്തിന് വല്ലാത്ത ഒരു വെല്ലുവിളിയാണ്. കാരണം ഇന്നെവിടെയും ക്രിസ്മസുമായി ബന്ധപ്പെട്ട എല്ലാറ്റിലും സ്വയത്തെ കഴിയും വിധമൊക്കെ പ്രദർശിപ്പിക്കാനുള്ള വ്യഗ്രത കാണാം. ക്രിസ്മസ് കാർഡുകളിലും ക്രിസ്മസ് കേക്കുകളിലും കലണ്ടറുകളിലും എല്ലാം സ്വന്തം ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് ക്രിസ്മസ് സന്ദേശം അയക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാലമാണ്. ആകപ്പാടെ സ്വയത്തെ മഹത്വവൽക്കരിക്കാനുള്ള ത്വരയാണ് എല്ലായിടത്തും. ഇവിടെയാണ് ക്രിസ്മസ് ഉദാത്ത സ്നേഹത്തിൻ്റെ പെരുന്നാളാണ് എന്ന സന്ദേശത്തിൻ്റെ പ്രസക്തി. ആലങ്കാരികമായി പറഞ്ഞാൽ സെൽഫിയുടെ ലോകത്ത്
സെൽഫ് എംപ്റ്റിയിങ് അഥവാ സ്വയം ശൂന്യമാക്കുന്ന സ്നേഹത്തെക്കുറിച്ച് നമ്മെ വെല്ലുവിളിക്കുന്ന പെരുന്നാളാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് കാലത്ത് ഈ ഉദാത്ത സന്ദേശം നമ്മെ ശരിക്കും ഹേമിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. 2, ക്രിസ്മസ് സന്തോഷത്തിൻ്റെ പെരുന്നാളാണ്. വേദപുസ്തകത്തിലെ മലാഖി പ്രവചനത്തിന് ശേഷം ദൈവം മൗനമായിരുന്ന നീണ്ട 400 വർഷങ്ങളെ സൈലൻ്റ് ഇയേഴ്സ് എന്നറിയപ്പെടുന്നുവെന്ന് ഞാൻ പല പ്രാവശ്യം ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. വേദപുസ്തക ചരിത്രത്തിൽ പല സമയത്തും ദൈവശബ്ദം വിരളമായിരുന്നുവെന്ന് നാം വായിച്ചിട്ടുണ്ടെങ്കിലും ഭൂമിയുടെ ഉൽപ്പത്തിക്ക് ശേഷം ഞാൻ സൂചിപ്പിച്ച കാലം പോലെ ദൈവശബ്ദം ഒട്ടും കേൾക്കാനില്ലാതിരുന്ന ഒരു കാലഘട്ടം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെയിരിക്കെ യഹൂദ്യ മലനാട്ടിലെ ദേവാലയത്തിൽ ആരാധനാമധ്യേ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന വാക്കുകൾ ലോകത്തിന് മഹാസന്തോഷം പ്രദാനം ചെയ്ത വാർത്തയാണ്. ദൈവം ഭൂമിയിലേക്ക് വരാനൊരുങ്ങുന്നു. ദൈവത്തിന് ഭൂമിയിലേക്ക് വരാൻ വഴിവെട്ടാൻ ഒരാളെ തനിക്ക് മുമ്പായി അയക്കുന്നു. അത് വൃദ്ധരായ സെഖര്യാവ് എലിശബത്ത് ദമ്പതികളുടെ ഭവനത്തിലേക്കാണ്. ആ ഗർഭത്തെക്കുറിച്ച് എലിശബത്ത് പറയുന്ന മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീങ്ങി എന്ന വാചകം മഹാസന്തോഷത്തിൻ്റെ സാക്ഷ്യവാചകമാണ്. ലൂക്കോസ് 1:25. 6 മാസങ്ങൾക്ക് ശേഷം നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ മറിയയുടെ അടുത്തെത്തി ഗബ്രിയേൽ ദൂതൻ പറയുന്നു, ദൈവം മനുഷ്യരൂപമെടുക്കുന്നത് നിന്റെ ഗർഭപാത്രത്തിലാണ് എന്ന്. ലൂക്കോസ് 1:26 മുതൽ ലോകം കേട്ട ഏറ്റവും വലിയ സന്തോഷ വാർത്തയായിരുന്നു അത്. മറിയ നേരെ എലിശബത്തിൻ്റെ അടുത്തെത്തുമ്പോൾ യോഹന്നാൻ എലിശബത്തിൻ്റെ ഉള്ളിൽ തുള്ളിച്ചാടുകയാണ്. ലൂക്കോസ് 1:41. ലോകരക്ഷകനെ ഉദരത്തിൽ വഹിച്ചവളുടെ സാന്നിധ്യം ഗർഭസ്ഥ ശിശുവിന് വരെ മഹാസന്തോഷം നൽകുന്നു. 6 മാസം കഴിഞ്ഞ് യോഹന്നാൻ ജനിക്കുന്നു. അത് കേട്ട് അയൽക്കാരും ചാർച്ചക്കാരുമെല്ലാം സന്തോഷിക്കുന്നു എന്നാണ് ലൂക്കോസ് 1:58 നാം വായിക്കുന്നത്. വീണ്ടും 6 മാസം കഴിഞ്ഞ് യേശു കുഞ്ഞ് ജനിക്കുന്നു. ആ ജനന വാർത്ത ഭൂമിയിൽ ആദ്യമായി അറിയിച്ചത് ഇടയന്മാരോടാണ്. ദൂതൻ അവരോട് പറഞ്ഞ വാർത്ത, സർവ്വജനത്തിനുമുണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നുവെന്നാണ്. ലൂക്കോസ് 2:10. പെട്ടെന്ന് മാലാഖമാരുടെ വലിയൊരു ഗായക സംഘം ദൂതന്മാരോട് ചേരുകയാണ്. അവർക്കും മഹാസന്തോഷം. ലൂക്കോസ് 2:13-14. വാനനിരീക്ഷകരായ വിദ്വാൻമാർ വാനിൽ അത്ഭുത നക്ഷത്രം കണ്ട് കുഞ്ഞിനെ കാണാൻ കാഴ്ചകളുമായി വരികയാണ്. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു എന്നാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി 2:10. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിരത്തിയ ഓരോ സംഭവങ്ങളിലും മുഴങ്ങി നിൽക്കുന്ന ഒരു വാക്ക് സന്തോഷം അഥവാ മഹാസന്തോഷം എന്നാണ്. എന്താണ് ഇത്ര സന്തോഷത്തിന് കാരണം? ഞാനൊരു സംഭവ കഥ പറയാം. ഒരു വിദേശ രാജ്യത്ത് പ്രസിദ്ധങ്ങളായ ചിത്രങ്ങളിലും പെയിൻറ്റിങ്ങുകളിലും അതീവ താല്പര്യമുണ്ടായിരുന്ന ഒരു ധനികനും അയാളുടെ മകനും ഉണ്ടായിരുന്നു. വലിയ വിലപിടിപ്പുള്ള ധാരാളം പെയിൻറ്റിങ്ങുകളും മറ്റും അവർ ശേഖരിച്ചു. അങ്ങനെയിരിക്കെ ആ രാജ്യത്ത് ഒരു യുദ്ധമുണ്ടായി. ആ രാജ്യത്തെ നിയമം അനുസരിച്ച് ആ മകന് സൈനിക സേവനത്തിന് പോകേണ്ടി വന്നു. യുദ്ധത്തിൽ വച്ച് മറ്റൊരു സൈനികനെ രക്ഷിക്കുന്നതിനിടയിൽ ഈ മകൻ മരണപ്പെട്ടു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഒരു ക്രിസ്മസ് ദിനത്തിൽ ഒരാൾ ഈ പിതാവിനെ തേടിയെത്തി. താൻ അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സൈനികനാണ് എന്ന് പരിചയപ്പെടുത്തുകയും മരിച്ചു കിടക്കുന്ന തൻ്റെ മകൻ്റെ ചിത്രമാണ് എന്ന് പറഞ്ഞ് ഒരു പെയിൻറ്റിങ് അയാൾക്ക് നൽകുകയും ചെയ്തു. ആ പിതാവ് അത് ഒരു അമൂല്യ നിധിയായി കാത്ത് സൂക്ഷിച്ചു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ആ പിതാവ് മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതി വച്ചിരുന്ന വിൽപ്പത്രം അനുസരിച്ച് തൻ്റെ പെയിൻറ്റിങ്ങുകളെല്ലാം ലേലം ചെയ്യാൻ ക്രമീകരണം ചെയ്തിരുന്നു. അങ്ങനെ ലേല ദിവസം വന്നു. ലോകപ്രസിദ്ധങ്ങളായ പല പെയിൻറ്റിങ്ങുകളും അയാളുടെ ശേഖരത്തിലുണ്ടായിരുന്നതിനാൽ നാനാ ദേശങ്ങളിൽ നിന്നും ലേലത്തിൽ പങ്കെടുക്കാൻ ആളുകൾ വന്നിരുന്നു.
ലേലം ആരംഭിച്ചു. നിബന്ധന അനുസരിച്ച് ആദ്യം വിളിക്കേണ്ടിയിരുന്നത് തൻ്റെ മകൻ്റെ ചിത്രമായിരുന്നു. ലേലത്തിൽ പങ്കെടുക്കാൻ വന്നവർക്കെല്ലാം താല്പര്യം മറ്റ് പെയിൻറ്റിങ്ങുകളിലായിരുന്നതിനാൽ വെറും $100 ലേലം തുടങ്ങിയ ആ ചിത്രം ആരും വിളിച്ചില്ല. എന്നാൽ അത് വിളിക്കാതെ മറ്റൊന്നും ലേലം ചെയ്യാൻ കഴിയില്ല എന്ന് സംഘാടകർ പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു, എനിക്ക് ആ മകനെ നന്നായി അറിയാം, അതുകൊണ്ട് ഞാൻ $100 ആ ചിത്രം വാങ്ങാം. അങ്ങനെ ലേലം ഉറപ്പിച്ചു. ആ ചിത്രം അദ്ദേഹത്തിന് നൽകി. ഉടനെ സംഘാടകർ പറഞ്ഞു, ലേലം അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും അത്ഭുതത്തോടെ ഇരിക്കുമ്പോൾ സംഘാടകർ പറഞ്ഞു, വിൽപ്പത്രത്തിലെ നിബന്ധന അനുസരിച്ച് ആര് തൻ്റെ മകൻ്റെ ചിത്രം വാങ്ങുന്നോ ബാക്കി ചിത്രങ്ങളും പെയിൻറ്റിങ്ങുകളും എല്ലാം അവർക്ക് സൗജന്യമായി ഉള്ളതാണ്. ആ മകൻ്റെ ചിത്രം ലേലം ചെയ്ത ആളിൻ്റെ സന്തോഷം പറഞ്ഞ് അറിയിക്കേണ്ടതില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്മസിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം. ആര് ദൈവപുത്രനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നോ ബാക്കിയെല്ലാം അവർക്ക് സൗജന്യമായി ഉള്ളതാണ്. അതുകൊണ്ട് ക്രിസ്മസാണ് ഭൂമിയിലെ ഏറ്റവും സന്തോഷകരമായ സംഭവം. ആ മഹാസന്തോഷം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശിക്കുന്നു. 3, ക്രിസ്മസ് സമാധാനത്തിൻ്റെ പെരുന്നാളാണ്. ഭയം വലയം ചെയ്തിരുന്ന ഒരു ലോകത്തിലേക്കാണ് ആദ്യ ക്രിസ്മസിൻ്റെ സന്ദേശം പ്രഘോഷിക്കപ്പെട്ടത്. ക്രിസ്മസിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ഒന്നിൽ നാം വായിക്കുന്നത് തന്നെ, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു എന്നാണ്. യെശയ്യാവ് 9:2. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആഗമനകാലം മുതൽ, അതായത് ഗബ്രിയേൽ ദൂതൻ സെഖര്യാവിന് പ്രത്യക്ഷപ്പെടുന്നത് മുതൽ നാം കേൾക്കുന്ന സന്ദേശം ഭയപ്പെടേണ്ട എന്നാണ്. ദൂതൻ അദ്ദേഹത്തോട് പറഞ്ഞത്, സെഖര്യാവേ ഭയപ്പെടേണ്ട എന്നാണ്. ലൂക്കോസ് 1:13. ഗബ്രിയേൽ ദൂതൻ മറിയയോട് പറയുന്നതും ഭയപ്പെടേണ്ട എന്നാണ്. ലൂക്കോസ് 1:26. മറിയയെ ഗൂഢമായി ഉപേക്ഷിക്കാൻ വിചാരിച്ചിരുന്ന ജോസഫിനോട് ദൈവദൂതൻ പറയുന്നതും ഭയപ്പെടേണ്ട എന്നാണ്. മത്തായി 1:20. ദൈവദൂതർ ആട്ടിടയന്മാരോട് പറയുന്നതും ഭയപ്പെടേണ്ട എന്നാണ്. ലൂക്കോസ് 2:10. പ്രിയപ്പെട്ടവരെ, ആദ്യ ക്രിസ്മസിൻ്റെ എല്ലാ സന്ദേശങ്ങളിലും മുഴങ്ങിക്കേട്ട വാക്ക് ഭയപ്പെടേണ്ട എന്നാണ്. ഭയം വലയം ചെയ്തിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ കോണുകളും, പ്രത്യേകിച്ച് ലോകരക്ഷകൻ പിറന്നു വീണ ഭൂമിക പോലും യുദ്ധത്തിൻ്റെ പിരിമുറുക്കത്തിലാണ്. രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ യുദ്ധസമാനമായ സ്ഥിതിവിശേഷമാണ്. ലോക സാമ്പത്തിക രംഗം തകർച്ചയുടെ വക്കിലാണ് എന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. കൂടെ കൂടെ പൊട്ടിപ്പുറപ്പെടുന്ന പുതിയ പുതിയ മഹാവ്യാധികൾ കണ്ട് വൈദ്യശാസ്ത്ര രംഗം പകച്ചു നിൽക്കുന്നു. സുനാമിയും ഭൂമി വിണ്ടുകീറലും ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും തുടങ്ങി പ്രകൃതിയിലുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്നു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആധുനിക ലോകത്തോട് ക്രിസ്മസിലൂടെ സ്വർഗം പറയുന്നു, ഭയപ്പെടേണ്ട എന്ന്. കാരണം ജനിച്ചിരിക്കുന്നത് ഒരു രക്ഷകനാണ് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, 2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 1, യേശുവിൻ്റെ ജനനത്തിൻ്റെ അടയാളമായ നക്ഷത്രം കണ്ട് രാജകൊട്ടാരത്തിലെത്തിയ വാന നിരീക്ഷകർ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഹെരോദാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ചു എന്നാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി 2:3. 2, യേശു ജനിച്ചു എന്ന വാർത്ത ഭൂമിയിൽ ആദ്യമായി ആട്ടിടയന്മാരോട് ദൈവദൂതർ അറിയിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് പ്രഘോഷിക്കുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന്. ലൂക്കോസ് 2:14. ക്രിസ്മസ് എന്നാൽ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പെരുന്നാളാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് അനുഭവവേദ്യമാകുന്നത് നല്ല മനസ്സുള്ളവർക്കാണ് എന്നും അല്ലാത്തവർക്ക് പരിഭ്രമവും ദുഃഖവുമാണ് എന്നും
ഞാനിപ്പോൾ പറഞ്ഞ 2 വാക്യങ്ങളും നമ്മോട് പറയുന്നു. വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലാത്തതിനാൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനും ആശംസിക്കാനുമുള്ളത്, ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പെരുന്നാളായി തീരട്ടെ എന്നാണ്. ദൈവപുത്രനെ സ്വീകരിക്കൂ, അങ്ങനെ സന്മനസ്സുള്ളവരാകൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ. പി തോമസ് അച്ഛൻ.